അർജന്റീനയുടെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം പൂർണ്ണമായും നവീകരിക്കുന്നു. 70 കോടി രൂപ ചെലവിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് സ്റ്റേഡിയം നവീകരിക്കുന്നത്. സൗഹൃദ മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് ലോക ചാമ്പ്യന്മാരുടെ എതിരാളികൾ. അടിമുടി മാറുകയാണ് കലൂർ സ്റ്റേഡിയം. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് നവീകരണം. രാജ്യാന്തര നിലവാരത്തിലുള്ള പിച്ച്, അത്യാധുനിക ലൈറ്റിംഗ് സംവിധാനം, 50,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗാലറി, VVIP പവലിയനും VVIP ഗാലറിയും. GCDAയിൽ നിന്ന് സ്റ്റേഡിയം ഏറ്റെടുത്ത റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ്. എൻ്റെ ഈ പറയുന്ന 38 ഏക്കർ സ്റ്റേഡിയം ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയമായി ഉയർത്തുക എന്ന് പറയുന്നതാണ് ഈ 30 ദിവസം ഒരു ശ്രമകരമായ പണി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ എഞ്ചിനീയേഴ്സും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിലെ പ്ലാനും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാരണം GCDAന്റെ ഭാഗത്താണെങ്കിലും ഗവൺമെന്റ് ഭാഗത്താണെങ്കിലും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് നിരക്കുകൾ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നിരക്കിന്റെ കാര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകും. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡ്രൂ അഗസ്റ്റിൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായി നമുക്ക് വേണ്ട ഗ്രൗണ്ടിനെ റിനോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 40,000 സീറ്റുകൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയാണിപ്പോൾ നടന്നു വരുന്നത്. ഇപ്പോൾ പ്രധാനമായില്ല മറ്റൊരു കാര്യം ഫീൽഡ് ശരിയാക്കുക എന്നുള്ളതാണ്. അത് ഡൽഹി ബേസ്ഡ് ഒരു കമ്പനി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയബന്ധിതമായി തന്നെ നമ്മളെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. സ്റ്റേഡിയത്തിന്റെ പുറത്തും നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. റിപ്പോർട്ടർ, കൊച്ചി.